നല്ലൊരു ഫേക്ക് ന്യൂസ് കണ്ടിട്ട് കുറച്ചു നാളായല്ലോ എന്നു കരുതിയിരിക്കുമ്പോഴാണ് താഴെ കൊടുക്കുന്ന വാട്സ് അപ്പ് സന്ദേശം ഒരാൾക്കു പിന്നാലെ മറ്റൊരാളായി 4 സുഹൃത്തുക്കൾ അയച്ചു തന്ന് അഭിപ്രായം ചോദിച്ചത്. സന്ദേശം ഇപ്രകാരമാണ്. നാളെ മുതൽ ഈ വർഷം ഓഗസ്റ്റ് 22 വരെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തണുപ്പ് കൂടുതലായിരിക്കും. അവർ അതിനെ അഫെലിയോൺ പ്രതിഭാസം എന്ന് വിളിക്കുന്നു. നാളെ പുലർച്ചെ 5 മണി കഴിഞ്ഞ് 27 മിനിറ്റ് മുതൽ ഭൂമി സൂര്യനിൽ നിന്ന് വളരെ അകലെയാകുന്ന അഫെലിയോൺ പ്രതിഭാസം നമുക്ക് അനുഭവപ്പെടും. നമുക്ക് ഈ പ്രതിഭാസം കാണാൻ കഴിയില്ല, പക്ഷേ അതിന്റെ ആഘാതം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇത് 2022 ഓഗസ്റ്റ് വരെ നീണ്ടുനിൽക്കും. പനി, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയവയെ ബാധിക്കുന്ന തണുപ്പ് മുൻകാല തണുപ്പിനേക്കാൾ കൂടുതലായി നമുക്ക് അനുഭവപ്പെടും. അതിനാൽ പ്രതിരോധശേഷി ശക്തമാക്കുന്നതിന് ധാരാളം വിറ്റാമിനുകളോ സപ്ലിമെന്റുകളോ കുടിച്ച് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം 5 പ്രകാശ മിനിറ്റ് അല്ലെങ്കിൽ 9 കോടി കി. മീ 152 മില്യൺ കി. മീ വരെ അഫെലിയോൺ എന്ന പ്രതിഭാസം 66% കൂടുതൽ. 20 മുതൽ 22 വരെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പങ്കിടുക. നാളെ പുലർച്ചെ 5 മണി കഴിഞ്ഞ് 27 മിനിറ്റ് മുതൽ എന്നു പറഞ്ഞു തുടങ്ങുന്ന പോസ്റ്റിൽ നിന്ന് നാളെ എന്നത് എന്നാണെന്ന് കണ്ടുപിടിക്കാൻ വഴിയൊന്നും കാണുന്നില്ല. മലയാളത്തിൽ ഈ പോസ്റ്റ് വന്നത് അടുത്ത കാലത്താണെങ്കിലും ഇംഗ്ലീഷിൽ 2022 ഏപ്രിൽ മുതൽ ഇങ്ങനെയൊന്ന് കാണുന്നുണ്ട്. മറ്റു ചില ഭാഷകളിൽ 2022 ജനുവരി മുതലേ സമാന പോസ്റ്റ് കാണുന്നുണ്ട്. ഇനി കാര്യത്തിലേക്ക് വരാം. 1. പ്ലാനറ്റ് അഫെലിയോണിൽ 2. പ്ലാനറ്റ് പെരിഹീലിയനിൽ 3. സൂര്യൻ. അഫീലിയൻ എന്ന വാക്ക് ജ്യോതിശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്ക് പരിചിതമാണ്. 17-ാം നൂറ്റാണ്ടിൽ ജോഹന്നാസ് കെപ്ലർ കണ്ടെത്തിയ ഒരു കാര്യമായിരുന്നു ഭൂമിയടക്കമുള്ള സൗരയൂഥ ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റി ദീർഘവൃത്ത പഥങ്ങളിൽ അലപ്സ് സഞ്ചരിക്കുന്നുവെന്നത്. ആ പദത്തിൽ സൂര്യന് ഏറ്റവും അടുത്തു വരുന്ന ബിന്ദുവിനെ പെർഹീലിയൻ എന്നും ഏറ്റവും അകലെ വരുന്ന ബിന്ദുവിനെ എഫീലിയൻ എന്നും വിളിക്കുന്നു. ഭൂമിയുടെ കാര്യത്തിൽ ഈ ദീർഘവൃത്തം യഥാർത്ഥ വൃത്തത്തിൽ നിന്നും ഏറെയൊന്നും വ്യത്യസ്തമല്ല. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. പ്രകാശം ഏതാണ്ട് 500 സെക്കൻഡ് കൊണ്ട്, ഏതാണ്ട് 8 മിനിറ്റ്, സഞ്ചരിക്കുന്ന ദൂരം. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ 14,96,00,000 കിലോമീറ്റർ. പെരിഹീലിയൻ ദൂരം ഏകദേശം 14.7 കോടി കിലോമീറ്ററും അഫീലിയൻ ദൂരം 15.2 കോടി കിലോമീറ്ററുമാണ്. അതായത് ഏതാണ്ട് 1.7% വ്യത്യാസമുണ്ടാകും. ഇതുകൊണ്ടാണ് ഭൂമിയിൽ വേനലും മഞ്ഞും മാറി മാറി വരുന്നതെന്നു വിചാരിച്ചാൽ നമുക്കു തെറ്റി. അതിന്റെ കാരണം വേറെയാണ്. ഋതുക്കൾ മാറി വരുന്നതിനു കാരണം ഭൂമിയുടെ ഭ്രമണതലവും ഭൂമധ്യരേഖാതലവും തമ്മിലുള്ള 23.5 ഡിഗ്രിയുടെ ചരിവാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് എന്നു പറയുന്നതും ഇതിന് തന്നെയാണ്. ഉത്തരായനം, ദക്ഷിണായനം എന്നീ തോന്നലുകൾ ഉണ്ടാക്കുന്നതും ഇതുതന്നെയാണ്. ജൂൺ-ആഗസ്റ്റ് കാലഘട്ടത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവെ വേനൽക്കാലമാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് തണുപ്പുകാലമാണ്. അക്കാലത്ത് വടക്കൻ പ്രദേശത്താണ് തെക്കിനെ അപേക്ഷിച്ച് കൂടുതൽ സൂര്യതാപം വീഴുക. ഡിസംബർ-ഫെബ്രുവരി കാലത്ത് ഇത് തിരിച്ചാകും, അതായത് ദക്ഷിണാർദ്ധഗോളത്തിൽ വേനൽക്കാലവും ഉത്തരാർദ്ധഗോളത്തിൽ തണുപ്പുകാലവും. എന്നാൽ ഭൂമി അഫീലിയോണിൽ എത്തുന്നത് ജൂലൈ ആദ്യ ആഴ്ചയാണ്. 2022-ൽ ഇത് സംഭവിക്കുന്നത് ജൂലൈ 4 ഉച്ചയ്ക്ക് 1 മണി ആകാൻ 18 മിനിറ്റിനാണ്. ആ സമയത്ത് സൂര്യനിൽ നിന്നുള്ള ദൂരം 15,20,98,455 കി. മീ. 2023-ൽ അത് ജൂലൈ 7 രാവിലെ രാത്രി 1 മണി കഴിഞ്ഞ് 36 മിനിറ്റിനാണ്. ആ സമയത്ത് ദൂരം 15,20,93,251 കി. മീ. ആയിരിക്കും. ഇത്തരം ചെറിയ മാറ്റങ്ങളും ഇന്ന് നമുക്ക് കൃത്യമായി വിശദീകരിക്കാം. ഭൂമിയുടെ ചലനം കണക്കാക്കുമ്പോൾ സൂര്യന്റെ ആകർഷണത്തിനു പുറമെ ചന്ദ്രന്റെ ആകർഷണവും പരിഗണിക്കണം എന്നതാണ് പ്രധാന കാര്യം. നല്ല കൃത്യത വേണമെങ്കിൽ മറ്റു ഗ്രഹങ്ങളുടെ ആകർഷണം ഉൾപ്പെടെ ധാരാളം കാര്യങ്ങൾ പരിഗണിക്കണം. ഇതേപോലെ ജനുവരി ആദ്യവാരത്തിലാണ് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തുവരിക.
പക്ഷേ അക്കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ തണുപ്പുകാലമാണെന്നതും ഓർക്കുക. എന്നാൽ ഇതെല്ലാം പരിഗണിച്ചാലും ഈ വർഷത്തെ അഫിലിയോണിന് മുമ്പില്ലാത്ത തരം പ്രത്യേകതകൾ ഒന്നും തന്നെയില്ല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വാട്സ് ആപ്പ് ശാസ്ത്രജ്ഞർ പറയുന്നതുപോലെയുള്ള പ്രത്യേകതകൾ ഒന്നുമില്ല.